എടാ ഇങ്ങോട്ട് വാടാ കണ്ണാപ്പി. എടാ അപ്പൊ നമ്മള് പുതിയ ഒരു സംഭവം ഇൻട്രോഡ്യൂസ് ചെയ്തായിരുന്നു. നിങ്ങളെ അറിയാത്ത ആരൊക്കെ ഉണ്ടെന്ന് അറിയൂടാ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സിറ്റിയില് എല്ലാ ആഴ്ചയിലും ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് മെമ്പർ ആരെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു പുതിയ സെറ്റപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിലെ നമ്മള് ഇവിടത്തെ ഓരോ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം നോക്കും. പക്ഷെ ഗ്യാങ്ങിനോട് എത്രത്തോളം ഇതുണ്ട്, നീതി പുലർത്തുന്നു, ഗ്യാങ്ങിനോട് എത്ര തരുന്നു, പെണ്ണുങ്ങളോട് അനാവശ്യമായി പോയി മറ്റേ പട്ടിയെ പോലെ പുറകെ കിടന്ന് കുഴിക്കുന്നത്, പിന്നെ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു, പിന്നെ നല്ല സൽപ്രവർത്തികൾ എന്തൊക്കെ ചെയ്യുന്നു, മനസ്സിലായി ഗ്യാങ്ങിന്റെ പേര് എത്രത്തോളം മേലോട്ട് മറ്റേ മനസ്സിലായില്ലേ, അത് അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും. ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിന് ഓറ കിട്ടിയില്ല മറ്റേ ഏത് അതിനുള്ള ഓറ നീ അതിന് ഓറ തരത്തിന്റെ കാരണം എന്താ പറയുമ്പോ നീ സ്വന്തം കഴിവുകൊണ്ട് ജയിച്ചല്ല, മനസ്സിലായ? നീ ബാക്കിയുള്ളവന്മാരെല്ലാരെയും വെച്ച് അടിച്ചിടിച്ച് ജയിച്ചാണ്, മനസ്സിലായില്ലേ? അതിന് ഓറ തരാൻ പറ്റത്തില്ല. അതെ, കണ്ടന്റിന് വേണ്ടിട്ട് ജയിപ്പിച്ചാണ്, ഒന്നും അതിന് ഓറയില്ല. ഞാൻ ഫുള്ള് പറയട്ടെ. അപ്പം ഇപ്പൊ ഇങ്ങനെ ഓറ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ വാലയപ്പോ നീക്കുകയാണ്, നിനക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, ഒരു കീഴിലെ ഒരു സംഭവം ചെയ്യാൻ ഒരു ബുദ്ധി തോന്നി വിചാരിച്ചോ, മനസ്സിലായ? അങ്ങനെ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ അത് എല്ലാരെയും നിനക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിനക്ക് +5 ഓറ. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെ ഒരു എത്ര ഓറ എന്ന് വെച്ചാൽ നീ ചെയ്യുന്നതനുസരിച്ചാണ് ഓറ കിട്ടുന്നത് എക്സ്ട്രാ, മനസ്സിലായില്ലേ? ഈ ഓറയില് ഈ ചാമ്പ്യൻഷിപ്പ് ഓരോ ആഴ്ചയിലും കാണും. ഓരോ ആഴ്ച ഇപ്പൊ ഫസ്റ്റ് ആഴ്ചത്തത് കംപ്ലീറ്റ് ആവുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. ഏപ്രിൽ 1-ാം തീയതി ജയിക്കുന്ന ആൾക്ക് ഒരു സമ്മാനം. ഇപ്പൊ ഇപ്പൊ എന്റെ ഒരു വിശ്വാസത്തില് സാവേജ് ആയിരിക്കാം, ഇറ്റാച്ചി ആയിരിക്കാം. സാവേജോ ഇറ്റാച്ചിയോ ആണെന്നാണ് എന്റെ വിശ്വാസം, അല്ലെങ്കിൽ മദാര. ഇവര് 3 ദിവസത്തെ ഓറ കിട്ടിയിട്ടില്ല. നല്ല കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഓറ കിട്ടിയിട്ടില്ല. പറയണം, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരുമോ? ഇവര് സാവേജിന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു ട്രിപ്പ് പോയി. ആ ട്രിപ്പിന്റെ പ്ലാൻ ചെയ്തത് സ്നൈപ്പാണ്. ആ സ്നൈപ്പ് അത് പ്ലാൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് സ്നൈപ്പിന് 5 ഓറ എക്സ്ട്രാ കൊടുത്തു, മനസ്സിലായോ? ഓ അങ്ങനെ. പിന്നെ ഈ പെണ്ണുങ്ങളെ മുമ്പിൽ നമ്മളെ വില കാത്ത് സൂക്ഷിക്കുന്നതിന് അതിന് ഓറ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ പിറകെ പോയിട്ട് കുഴുക്കാതെ, മനസ്സിലായില്ലേ? നമ്മളൊരു റെസ്പെക്ട് കീപ്പ് ചെയ്യുമല്ലോ. അത് ഒറിജിനൽ ആയിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓറ. ഫേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓറ ഇല്ല. ഇന്നലത്തെ പരിപാടിക്ക് ഓറ കിട്ടില്ല, മറ്റേ ഷൂട്ടിംഗ് പരിപാടി അതിന് ഓറ. ഷൂട്ടിംഗ് പരിപാടിക്ക് ഒരു +4 ഓറ. അപ്പൊ അതെങ്ങനെ നീ ടോപ്പ് എത്തി? നിന്റെ കണക്ക് പറഞ്ഞു. നീ കഴിഞ്ഞ വട്ടം ട്രിപ്പിന് പോയിട്ട് നീ മറ്റേ ഓർമ്മയുണ്ട കിണഞ്ഞു തുപ്പി വീണത്? അല്ല 6 ഓറയില് അല്ല 7 ഓറ ഉണ്ടായിരുന്നു. ഇല്ല മദാരക്ക് ഓൾറെഡി 25 ഓറ എന്തോ ഉണ്ട്. മദാര ഇന്നൊരു പെങ്കൊച്ചു ഒന്ന് മിണ്ടിയപ്പോഴത്തേക്ക് ഇന്നലെ അവൻ റിബൽസിന് ജോയിൻ ചെയ്ത്. നമ്മളെ റിബൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പെണ്ണുങ്ങൾ അങ്ങോട്ട് പോയി മിണ്ടത്തില്ല, ഇങ്ങോട്ട് വന്ന് മിണ്ടുന്ന പെണ്ണുങ്ങൾക്ക് മാത്രം നമ്മൾ മിണ്ടും. അതാണ് നമ്മളെ രീതി. അപ്പൊ അതില് ജോയിൻ ചെയ്തതിന്റെ പേരില് അവൻ ഇന്ന് ഞാൻ നോക്കിയപ്പോ അവൻ ഒരു പെങ്കൊച്ച് പുതുതായിട്ട് സിറ്റിയിൽ വന്നിട്ട് അവരുടെ മിണ്ടാ ചെന്നപ്പോ അവൻ പറഞ്ഞു താല്പര്യമില്ല, ഞാൻ റിബൽസിലാണ് പറഞ്ഞു. അതെനിക്ക് മറ്റേ ഇങ്ങോട്ട് വന്ന് എന്നിട്ടും അവൻ മിണ്ടില്ല. അവൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാന്ന്. അവന്റെ ആ ഒരു ആത്മാർത്ഥതയുടെ പേരിൽ ഞാൻ 15 ഓറ എക്സ്ട്രാ. അതെനിക്ക് സംശയമുണ്ട്. ഇല്ല അങ്ങനെ അല്ലല്ലോ. അത് കാണുമ്പോഴത്തേക്ക് അറിയില്ല. ഞാൻ അവന് പെർമിഷൻ കൊടുത്ത് മിണ്ടിക്കോളാം, പക്ഷെ അവൻ പറഞ്ഞു വേണ്ടെന്നു പറഞ്ഞു, മനസ്സിലായ? സ്നൈപ്പിന് 27 സ്നൈപ്പിന്റെ റിപ്പോർട്ട്. അതേപോലെ മദാരക്ക് ഏകദേശം 25 ആയിട്ടുണ്ട്. സാവേജിനും ഒരു 10-15 അടിച്ചിട്ടായിട്ടുണ്ട്. ഇന്നലത്തെ പെർഫോമൻസിൽ കുറച്ച് കുറയ്ക്കണാണ്. അല്ല കണ്ണാപ്പിക്ക് ഇന്ന് പെണ്ണിന്റെ പറയാണതിന് സത്യം പറഞ്ഞാൽ അത് കുറയ്ക്കും. ഞാൻ അവസാനമാണ് കുറയ്ക്കാൻ പോണത്, അത് ലാസ്റ്റ് പറയാം. അതെ അവളുടെ പറയല് മറ്റേ നടന്നതിനുള്ള കുറെ ഞാൻ കണ്ട്, അതിനുള്ളത് കൊടുക്കാം. അപ്പം അവരവരുടെ ഓറകള് അവരവര് ഡെയിലി റിപ്പോർട്ട് ചെയ്യണം, മനസ്സിലായ? എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് ഓറ തരും. അപ്പം നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് അവര് അതിൽ നിന്ന് ഇതായി പോകും, മനസ്സിലായില്ലേ? അവര് ഡിസ്ക്വാളിഫൈ ആവും. അവസാനം 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഓറ ഉള്ള ആൾക്ക് ഒരു സമ്മാനം. അതേപോലെ എല്ലാ ആഴ്ചയും, മനസ്സിലായോ? അടുത്ത 1-ാം തീയതി ആണെങ്കിൽ അടുത്ത 8-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി അങ്ങനെ. 2000 ഓറ 2000 ഓറ വേണോ?
അവനെന്നാ ഡ്യൂറക്സിന്റെ 2 കോണ്ടം മേടിച്ചോടും അവന് 2 ഒറയിട്ടോ ഓറ എങ്ങനെ ഇരിക്കും കണ്ടിട്ടില്ല ഒന്ന് തരാമോ ഓറ നിനക്ക് ഇല്ലാത്തൊരു സാധനം പോലെ ഇരിക്കും. കണ്ണാപ്പി അങ്ങനെയാണ് എടാ ഓറ നമുക്ക് കാണാനില്ല, നിന്റെ പ്രവൃത്തിയിലാണ് ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? എടാ നിന്റെ പ്രവൃത്തിയിലാണ് നിന്റെ ഓറ ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? ഓ നീ ഇപ്പൊ കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി, റെസ്പെക്ട് ഒക്കെ തോന്നൂലേ? അവിടെയാണ് ഓറ. ചന്ദ്രന്റെ കൂടെ നടന്നു കഴിഞ്ഞപ്പോ നിനക്ക് കിട്ടാൻ പോണില്ല. കാവ്യയുടെ അവിടെ പാട്ടും പാടി അടക്കണത് എന്നോട് നടന്നാലേ ഓറയാണ് സാറൊക്കെ ആണല്ലേ? അത് മനസ്സിലായി. നിന്നോട് അങ്ങനെ പാട്ട് മാത്രമേ ഉള്ളു, ഉള്ള കാര്യം പറഞ്ഞല്ലേ. നീ എന്തൊരു തലയുടെ പൈസ വെച്ചേക്കുന്ന? അതുകൊണ്ട് തല ഇതെന്തൊരു തലയുടെ മുകളിൽ പൈസ വെച്ചിരിക്കുന്ന എന്തിനാണ്? നീ തലയുടെ മുകളിൽ പൈസ വെക്കുന്നതിന് ഓറോ? അല്ലണ്ണ എന്റെ ചിന്ത മൊത്തം കാശ് നമ്മളെ ഗ്യാങ്ങിന് വേണ്ടിട്ട് ഗ്യാങ് ഫണ്ട് കാശ്. ഓക്കെ, എന്നാ ഞാൻ ഇന്നൊരു ചലഞ്ച് തരാം. ഇന്ന് നമ്മളെ ചുറ്റി വരുന്ന എല്ലാവർക്കും ആയിട്ട് ഒരു ഹൈഡ് ആൻഡ് സീക്ക് കാണും. അതിന് ജയിക്കുന്ന ആൾക്ക് 10 ഓറ എക്സ്ട്രാ വരും. 10 ഓറ ജയിക്കുന്ന ആൾക്ക് ഗ്യാങ് ഹൗസിലാണോ അതോ ഗ്യാങ് ഹൗസിന്റെ അകത്ത് ബാലൻസ് പുറത്താണെ പിന്നെ എവിടെയാണ് ഞാൻ സിറ്റിയിൽ ഓടിയാണെന്ന് കണ്ടുപിടിക്കോ? ഞാൻ കണ്ടുപിടിക്കാം അണ്ണനും വേണ്ട ഓറയൊക്കെ. എന്നാ ഞാൻ നിങ്ങൾക്ക് വേറൊരു ചലഞ്ച് തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വിളിക്കാം. പക്ഷെ എനിക്കൊരു ക്ലൂ തരണം, മനസ്സിലായേ? അത് കള്ള ക്ലൂ ആയിരിക്കണം, കള്ള ക്ലൂ ആയിരിക്കരുത്, വാലിഡ് ആയിട്ടൊരു ക്ലൂ ആയിരിക്കണം. ആ ക്ലൂ വെച്ച് ഞാൻ നിങ്ങളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓറയില്ല. കണ്ടുപിടിക്കാതെ പിടിച്ചാലല്ലോ ഓറ. നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് പറയുകയും ചെയ്ത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക. പിന്നെ നീ മുതുക്കരാജ് പോയിരുന്നിട്ട് നീ പറയൂലേ ഓറ ഉറപ്പിക്കാൻ? പക്ഷെ മുതുക്കെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എടാ എന്നാലും അത് മനസ്സിലാവൂലേ? എളുപ്പമുള്ള സ്ഥലം പറയുന്ന എല്ലാരും. എടാ പാടുള്ള സ്ഥലം, മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബ്രില്യന്റ് ആണെന്ന് കാണിക്കണം, മനസ്സിലായില്ലേ? മനസ്സിലായി. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലായോ? ഞാൻ സ്ഥലം കണ്ടുപിടിക്കാതിരിക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും 10 ഓറ വെച്ച് തരാം. ബാലൻസ് ഓറ എങ്ങനെ അറിയണം? സ്നൈപ്പേ നിനക്ക് എത്ര ഓറ? 27. അല്ല, അവൻ ഡെയിലി എന്റെ അടുത്തൊന്ന് പറയും അവന് ഓറ എന്തൊക്കെ ഉണ്ടെന്നുള്ളവൻ പറയും. അപ്പൊ അത് വെച്ചിട്ടാണ് കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അപ്പൊ കേട്ടോ ഇന്ന് സ്നൈപ്പ് ഇന്നത്തെ ഓറയുടെ ടാസ്ക് ആണ്. ഗ്യാങ് ഹൗസ് ഹൈഡ് ആൻഡ് സീക്ക് ഉണ്ട്, അത് 2-2 എടാ ഹൈഡ് ആൻഡ് സീക്കിന് വേണോ അതോ മറ്റത് വേണോ? പറ, പെട്ടെന്ന് പറ. ഹൈഡ് ആൻഡ് സീക്ക് ആണോ? ഓ നീ ഇപ്പൊ ഹൈഡ് ആൻഡ് സീക്കും കളിയുണ്ട് ഇവിടെ. അല്ല, നമ്മള് ഇവിടെ ഗ്യാങ് ഹൗസ് ഉള്ളപ്പോ ഇത് കുറച്ചുകൂടി വലുതല്ലേ, മറ്റേത് ഭയങ്കര ചെറുതല്ലേ. ഗ്യാങ് ഹൗസ് നമ്മൾ ഓൾറെഡി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചിട്ടുണ്ട്, എല്ലാവർക്കും സ്ഥലം അറിയാം. എന്നാ നമുക്ക് വേറെ സ്ഥലം പോവാം. പുതിയൊരു സ്ഥലം കുറച്ചുകൂടി സ്പേസ് വേണം, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കുറച്ച് ഹെൽപ്പറുടെ ഗ്യാങ് ഹൗസിൽ പോയില്ല, അമ്മ ഒളിച്ചിരിക്കുന്ന സ്ഥലം കുറെ. എന്താണ് അതൊക്കെ? നമ്മള് സ്ഥലം കണ്ടുപിടിച്ചു കേട്ടാ, നമ്മള് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ഹെൽഫെയറിന്റെ ഗ്യാങ് ഹൗസ്, അവര് മുട്ട ഒളിച്ചിരുത്തരുത്. റാവത്തെ ശശിയാണ് പുല്ല്. അല്ല അതാണ് പക്ഷെ അവരാണെങ്കിൽ പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് കണ്ടുപിടിക്കുന്ന അപ്പഴേ എക്സിറ്റ് അടിച്ചോളാം, പിന്നെ കാണൂലേ. സത്യം. നിങ്ങളെ വെച്ചിട്ട് എനിക്ക് കുറച്ച് ഓറ കിട്ടാറുണ്ട്. അപ്പൊ എടാ സ്ഥലം എന്നാ ഒരു സംഭവം തരാം. ഹൈഡ് ആൻഡ് സീക്കിന് പറ്റിയ ഏറ്റവും നല്ല സ്പോട്ട് പറയുന്ന 2 ഓറ ഇപ്പൊ തരും. 2 മിനിറ്റ് ടൈം ഉണ്ട്, പെട്ടെന്ന് പാടാറങ്ങി. മുതുക്കിന്റെ മണ്ടയിലുള്ള മറ്റേ സാധനം മുതുക്കിന്റെ മണ്ടയിലുള്ള സാധനം, അത് ജെട്ടി ബിൽഡിംഗ്. ഞാൻ പറഞ്ഞതിനേക്കാൾ വലിയൊരു ഉത്തരവില്ല. അതില്ല, പക്ഷെ അത് നമുക്ക് ഇപ്പൊ കേറാൻ പറ്റില്ലേ? അത് കറക്റ്റ് കേറാൻ പറ്റില്ലേ? ഏതാണ് മറ്റേ ആ ബിൽഡിംഗ് സൈഡ്? പക്ഷെ അത് കൊറേ ആൾക്കാരുണ്ടെങ്കിലാണ് ഇത് നമുക്ക് കുറച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റൂല. നല്ല വലിയ ബിൽഡിംഗ്
ആ ഞാൻ വേറൊരു ചെറിയൊരു ഓറ നമുക്ക് ഓറ അല്ലാത്തൊരു വേറൊരു പരിപാടിക്ക് നമ്മള് പോയിട്ട് വരാം. ആ ആളെ പോയിട്ട് തെറ്റ് പക്ഷേ നമ്മള് ലോക്കൽ ഓറായിട്ട് നമ്മള് പറഞ്ഞിട്ടാ ഓക്കെ ഓക്കെ തെറ്റ് എന്തായാലും ഇവനെ അവനോട് പോയി മറ്റേ പോലീസിന്റെ വീഡിയോ എടുക്കും അത് തന്നെ ഓറ അടിച്ചോണ്ടിരാൻ പോണത് എന്തായാലും രണ്ട് മണ്ടന്മാര് ആ അതെ പോലീസ് വണ്ടി എടുത്തിട്ട് പോലീസിന് വീഡിയോ എടുക്കും അതാണ് അവന്റെ ഓറ. പക്ഷെ അത് മിസ് ചെയ്യണില്ല എന്നാ എടാ ഇപ്പൊ പോലീസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മുട്ട കലിപ്പാണ് മനസ്സിലായത് നമ്മൾ അവരുടെ ഇത്ര ദേഷ്യം ഉണ്ടെന്നാണ് അവർ വിചാരം അതുകൊണ്ട് അത് വേണ്ട. അതുപോലെയല്ലേ ഇപ്പൊ പിടിച്ചോണ്ട് വന്നിട്ട് കഴിഞ്ഞാ പിന്നെ ശശി മറ്റേ കണ്ണാപ്പി ഇവിടെ നിന്ന് എവിടെ പോടാ കണ്ണാപ്പി ഓറ വിട്ടാൻ പോയതാട്ടാ. എടാ അവനൊരു ലാബ് കൊള്ളാം അല്ലേ ലാബ് കുറയാണ് അത് വൺ വേ അല്ലേ